ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ബീഫ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഒരു മൺകുടുക്കയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായി മൂടി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം വറ്റിപ്പോകും. നന്നായി വെന്തതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിനു വേണ്ടി ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുമ്പ് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.